നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മാള പള്ളിപ്പുറം കാഞ്ഞൂത്തറ വീട്ടിൽ ജോയി മകൻ 30 വയസ്സുള്ള റിജോയാണ് മരിച്ചത്. മാള പുത്തഞ്ചിറ റോഡിൽ വാഹനത്തിൽ നിന്നും ചോർന്ന ഡീസലിൽ വഴുതി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 3ഓളം പേർക്ക് നിസ്സാര പരിക്ക്. അപകടങ്ങൾ കരിങ്ങാച്ചിറ, കുന്നത്തേരി എന്നിവിടങ്ങളിൽ. അന്നമനട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തുന്നു. ഉപവാസം അന്നമനട K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. വാർത്തകൾ വിശദമായി. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പിറകിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മാള പള്ളിപ്പുറം കാഞ്ഞൂത്തറ വീട്ടിൽ ജോയി മകൻ 30 വയസ്സുള്ള റിജോയാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് അപകടം. ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി കയറ്റി നിർത്തിയ ലോറിയിൽ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിജോയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. രാത്രികാലങ്ങളിൽ ചരക്ക് ലോറികളും ടോറസും ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്യുന്നതുമൂലം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. അധികൃതർ ഇടപെട്ട് ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ് നിരോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാള പുത്തഞ്ചിറ റോഡിൽ വാഹനത്തിൽ നിന്നും ചോർന്ന ഡീസലിൽ വഴുതി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 3ഓളം പേർക്ക് നിസ്സാര പരിക്ക് പറ്റി. പുത്തഞ്ചിറയിലെ കരിങ്ങാച്ചിറ, കുന്നത്തേരി എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ നടന്നത്. വളവുകളിലാണ് ഡീസൽ ചോർച്ച ഉണ്ടായത്. പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഡീസൽ കഴുകി വൃത്തിയാക്കാൻ മാള ഫയർഫോഴ്സിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒല്ലൂരിൽ നിന്ന് കാണാതായ യുവാവിനെ പാലപ്പിള്ളി എലിക്കോട് കുറുമാലിപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ അഞ്ചേരി കടവാരത്ത് വീട്ടിൽ 40 വയസ്സുള്ള ബിജീഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ എലിക്കോട് ആട്ടുപാലത്തിന് സമീപം കണ്ടെത്തിയ മൃതദേഹം വൈകിട്ട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇയാളെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഒല്ലൂർ പോലീസ് കേസെടുത്തിരുന്നു. 2 സുഹൃത്തുക്കളോടൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടാണ് മരണമെന്നാണ് നിഗമനം. ബിജീഷ് കുളി കഴിഞ്ഞ് പോയെന്നാണ് കൂടെയുണ്ടായിരുന്നവർ കരുതിയത്. കാണാതായി 2 ദിവസം കഴിഞ്ഞാണ് സുഹൃത്തുക്കൾ പാലപ്പിള്ളിയിൽ എത്തിയ വിവരം പുറത്തു പറയുന്നത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വെള്ളമില്ലാത്തതും ആറ്റക്കിളി ശല്യവും മൂലം പുത്തഞ്ചിറ പഞ്ചായത്തിലെ വില്ലുമംഗലം പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കാറായ അവസ്ഥയിൽ. കതിർ വരാറായ നെൽകൃഷിയാണ് വെള്ളം ലഭിക്കാതായതോടെ നാശോന്മുഖമായിരിക്കുന്നത്. ഞവണിക്കാപ്പൊട്ടൻ ഇനത്തിൽപ്പെട്ടവർ കൂട്ടമായി ഞാറൊടിച്ച് നശിപ്പിക്കുകയാണ് എന്നാണ് കർഷകർ പറയുന്നത്. വായ്പയെടുത്ത് വളവും മറ്റ് മരുന്ന് തളിയും കഴിഞ്ഞ് കതിർ വളമിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം പറ്റിയ അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു. 20 വർഷത്തിലധികമായി തുടരുന്ന ആറ്റക്കിളി ശല്യത്തിന് കൃഷിഭവനും അധികൃതരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നതെന്ന് വില്ലുമംഗലം പാടശേഖര സമിതി സെക്രട്ടറി PC ബാബു പറഞ്ഞു. വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്നമനട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. അന്നമനട K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമരം. ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK രവി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, VV അബ്ദുൽ കരീം, PK തിലകൻ, PD ജോസ്, ടെസി ടൈറ്റസ്, ഡേവിസ് കുര്യൻ, KA ഇക്ബാൽ, CK ഷിജു, ലളിത ദിവാകരൻ, സുനിത സജീവൻ, KA ഇക്ബാൽ, അഡ്വക്കേറ്റ് പോളി ആന്റണി, ധന്യ ദേവദാസ്, ശോഭന ഗോകുൽനാഥ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയിലെ ഒരു ജനപ്രതിനിധികളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നതാണ് ചിലപ്പോൾ താമസിച്ചത്. ഉപവാസം നേരത്തെ ആരംഭിച്ചു. ഉപവാസത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഉപവാസത്തിൽ 2 തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നത്. ഒന്ന്, പൊതുവായി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ.
മറ്റൊന്ന് പ്രാദേശികമായി ഈ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. BRC പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം RMVHS സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ താരം CS ബൈജു മുഖ്യാതിഥിയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മാള പള്ളിപ്പുറം കാഞ്ഞൂത്തറ വീട്ടിൽ ജോയി മകൻ 30 വയസ്സുള്ള റിജോയാണ് മരിച്ചത്. മാള പുത്തഞ്ചിറ റോഡിൽ വാഹനത്തിൽ നിന്നും ചോർന്ന ഡീസലിൽ വഴുതി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 3ഓളം പേർക്ക് നിസ്സാര പരിക്ക്. അപകടങ്ങൾ കരിങ്ങാച്ചിറ, കുന്നത്തേരി എന്നിവിടങ്ങളിൽ. അന്നമനട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തുന്നു. ഉപവാസം അന്നമനട K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.